നമസ്കാരം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളിലൂടെ, ചില അത്ഭുത സാഹചര്യങ്ങളിലൂടെയൊക്കെ പലരും കടന്നു പോകാറുണ്ടല്ലേ. അപ്പോൾ ഞാൻ കടന്നുപോയ ഒരു അത്ഭുത സാഹചര്യം, അത് ഞാനൊന്ന് പറയട്ടെ. പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, നമ്മുടെ പ്രായമായ ആളുകളൊക്കെ ഈ മരിക്കുന്നതിന് മുന്നേ അവർ ഈ എന്താണ് മരിച്ചുപോയ ആളുകളെ അവരുടെ മുന്നിൽ കാണുന്നു അല്ലേ. പിന്നെ ചില ആളുകൾ മാലാഖമാർ വന്ന് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ പല സിനിമയിലൊക്കെ നമ്മൾ അതൊക്കെ കണ്ടിട്ടുമുണ്ട് അല്ലേ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ തൊട്ടറിഞ്ഞ് അനുഭവിച്ച ഒരനുഭവം ഞാൻ പങ്കുവെക്കാം കേട്ടോ. വേറെ ഒന്നുമല്ല, എൻ്റെ അമ്മച്ചി ക്യാൻസറായിട്ടാണ് മരിച്ചത്. അപ്പോൾ ഈ മരിക്കുന്നതിൻ്റെ ലാസ്റ്റ് ഒരു വർഷം എറണാകുളത്ത് എടപ്പള്ളി MAJ ഹോസ്പിറ്റലിൽ ഒരു വർഷത്തോളം അഡ്മിറ്റായിരുന്നു. അവിടെ സെൻറ്റ് ജോസഫ് വാർഡിൽ റൂം നമ്പർ 223. ഡോക്ടർ ജെയിംസ് സെബാസ്റ്റ്യൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അതുപോലെ തന്നെ ഡ്യൂട്ടിയിൽ അവിടുത്തെ ഇൻചാർജ് ആയിരുന്നത് സിസ്റ്റർ ഫൗസ്റ്റീന, പിന്നെ കൂടെ കുറേ സിസ്റ്റേഴ്സ്, അങ്ങനെ എല്ലാവരുടെയും ഒരു സംരക്ഷണത്തിൽ അമ്മച്ചി ഏകദേശം ഒരു വർഷത്തോളം ആ ഹോസ്പിറ്റലിൽ കിടന്നിരുന്നു. അപ്പം അങ്ങനെ ഈ മരിച്ചത് 2003 ഡിസംബർ 27 അപ്പം ഈ മരിക്കുന്ന ദിവസം ഉണ്ടായ ഒരു അത്ഭുതം എന്ന് തന്നെ പറയാം. ആ സമയത്ത് അവിടെ എനിക്ക് ഉണ്ടാകാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അമ്മച്ചിയുടെ ആ റൂം നമ്പർ 223 കേട്ടോ. അപ്പം ഈ മരിക്കുന്ന അന്ന് വൈകിട്ട് സന്ധ്യ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മച്ചിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കണേണ്, ബെഡിൻ്റെ അടുത്ത് സ്റ്റൂളിട്ടിരിക്കണേ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണേ. ആൾ ക്യാൻസർ ആണെന്നുണ്ടെങ്കിലും ഓരോ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഓർമ്മയ്ക്ക് യാതൊരു കുഴപ്പമില്ല, സംസാരിക്കും, എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കണേ. അപ്പം അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അമ്മച്ചി എന്നോട് പറഞ്ഞാണ്, കണ്ണ് തുറന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണേണ്ട. അപ്പം എന്നോട് പറഞ്ഞു, മോനെ ദേ എൻ്റെ ചുറ്റും കുറേ നേഴ്സുമാർ വന്ന് നിൽക്കണം, വെള്ള വസ്ത്രം ധരിച്ച കുറേ നേഴ്സുമാർ വന്ന് നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മച്ചിയുടെ അടുത്തിരിക്കണേണ്. പിന്നെ തൊട്ടടുത്ത് തന്നെ അമ്മച്ചിയുടെ അനിയത്തിയുണ്ട്, ഞാൻ ഫ്ലോറി ആൻറ്റി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലോറി ആൻറ്റി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും മാത്രമേ മുറിയിലുള്ളൂ ഏട്ടാ. അപ്പം അമ്മച്ചി എന്നോട് പറഞ്ഞ്, ഇങ്ങനെ വെള്ള വസ്ത്രം ധരിച്ച കുറേ കന്യാസ്ത്രീമാർ ചുറ്റും വന്ന് നിൽക്കണം. എന്നിട്ട് അവർ പറഞ്ഞാണ്, മോനെ എന്നെ കൊണ്ടുപോകും എന്ന് പറഞ്ഞവർ പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് അപ്സെറ്റായി. കാരണം ഞാൻ ഇത് കാണുന്നില്ല. അമ്മച്ചി കണ്ണ് തുറന്നാണ് പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ ചുറ്റും നോക്കിയിട്ട് ആരെയും കാണാനില്ല. അപ്പം ഞാൻ അമ്മച്ചിനെ ഒന്നും കൂടി നോക്കി. അപ്പം അമ്മച്ചി പറഞ്ഞു, നീ എന്താണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കണം, ഞാൻ പറയണത് നീ മനസ്സിലാക്കണില്ലേ, ഇത് കണ്ടില്ല അവരെന്നെ കൊണ്ടുപോകണമെന്ന് പറയണം, മോനെ പറ അവരോട് എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേഗം അവിടെ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് അമ്മച്ചിയോട്, അമ്മച്ചി ഇവിടെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, പിന്നെ ഇതേ തൊട്ടപ്പുറത്ത് ഫ്ലോറി ആൻറ്റി നിൽപ്പുണ്ട്, പിന്നെ ഞാൻ അമ്മച്ചിയുടെ ഒരു സൈഡ് മതിലാണ്. അപ്പം ഞാനിങ്ങനെ മതിലെ തൊട്ട് കാണിച്ച്, അമ്മച്ചി ഇവിടെ മതിലാണ് കണ്ടില്ലേ, ഇവിടെ മതിൽ, ഇവിടെ ഞാൻ, അപ്പുറത്തെ ഫ്ലോറി ആൻറ്റി, വേറെ ആരും ഇവിടെ ഇല്ലല്ല, പിന്നെ എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ കാണുന്ന കാര്യമില്ല നിന്നോട് പറയണത്. അങ്ങനെ കണ്ണ് തുറന്ന് കാണുന്ന കാര്യം പെട്ടെന്ന് ദേഷ്യത്തോടെ തന്നെ പറഞ്ഞത്, കാരണം ഞാൻ അംഗീകരിക്കുന്നില്ലല്ലോ, കാരണം ഞാൻ കാണുന്നില്ല. അപ്പോൾ എനിക്ക് ആകെ സങ്കടമായി. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ആ സ്റ്റോളിൽ ഇരുന്നിട്ട് അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഒരു കാര്യം ചെയ്യും, ഒന്ന് കുറച്ച് നേരം ഒന്ന് കണ്ണടച്ച് കിടക്കാൻ പറഞ്ഞു, ഒന്ന് മയങ്ങ് കുറച്ച് നേരം, അപ്പോൾ അത് ശരിയാവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ തലയൊക്കെ ഒന്ന് തടവി കൊടുത്ത്, അങ്ങനെ ആള് മനസ്സില്ലാ മനസ്സോടുകൂടി കണ്ണടച്ച് കിടന്ന് അങ്ങനെ തല തടവി കൊടുത്ത് ആൾ പതുക്കെ മയക്കത്തിലോട്ട് പോയി. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ അമ്മച്ചി ലോകത്തോട് വിട പറഞ്ഞിരുന്നു. മാലാഖമാർ അമ്മച്ചിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. അപ്പം ഇത് ഞാൻ പറഞ്ഞ ഏത് രീതിയിൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല.
പക്ഷെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത് ആ ഒരു സന്ദർഭം, ആ മാലാഖമാരുടെ നടുക്ക് അമ്മയോടൊപ്പം ഇരിക്കാൻ കഴിഞ്ഞത്, അതെൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. പറഞ്ഞു കേട്ടതും കഥകളിലൂടെ വായിച്ചറിഞ്ഞതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ആ ഒരു അത്ഭുതം. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കണേ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലത്തെ നല്ല നല്ല അനുഭവങ്ങളുണ്ടാവും. കാരണം എന്താ പറയുക, എൻ്റെ അമ്മച്ചനും ദൈവം മാലാഖമാർ നേരിട്ട് ഭൂമിയിലേക്ക് ഇറക്കിയിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതാണ്. മിറാക്കിളായിരുന്നു. അത് ഭയങ്കര അത്ഭുതം. 2003 ഡിസംബർ 27